നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാം. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു ചോദ്യം വരുന്നത്, ഇപ്പം അൽ മുക്താദറിന്റെ പേര് വീണ്ടും നമ്മുടെ മറുനാടന്റെ ഒരു ഇതിൽ വരുന്നുണ്ട്. മാത്രമല്ല നമ്മൾ പല പ്രമുഖരാണ് കൂടുതലും, അതായത് VVIPകൾ അതങ്ങനെ പ്രമുഖരാണ് നമ്മുടെ ഈ വാർത്താ വലയത്തിൽ വരുന്നത്. അതിലൂടെ തന്നെ ഇപ്പോൾ അൽ മുക്താദർ വീണ്ടും നമ്മൾ വരുന്നു. പക്ഷേ മറ്റു മാധ്യമങ്ങളിൽ ഇത് വരുന്നില്ല. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ചുരുക്കുണ്ടോ? എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, മറുനാടൻ ഷാജൻ എന്തുകൊണ്ടാണ് അൽ മുക്താദർ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അൽ മുക്താദറിലേക്ക് വരുമ്പോൾ വലിയ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയം. അൽ മുക്താദറിലേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ ഒരു നേച്ചറാണ്. വാസ്തവത്തിൽ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു പോർട്ടൽ തുടങ്ങിയത് തന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ആരും അറിയുന്നില്ല എന്നാണ്. ഞാൻ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബ്രിട്ടീഷ് മലയാളി എന്ന് പറഞ്ഞൊരു പത്രത്തിലൂടെ ഞാൻ ഇതിലേക്ക് തുടങ്ങുന്നു. ബ്രിട്ടീഷ് മലയാളി തുടങ്ങിയത് UK ജീവിക്കുന്ന മലയാളികൾക്ക് അവരറിയേണ്ട വാർത്തകൾ അറിയാൻ പറ്റുന്നില്ല. കാരണം ഇംഗ്ലീഷ് പത്രങ്ങളെ സംബന്ധിച്ചുള്ള നാഷണൽ പത്രങ്ങളാണ് അവിടെ ഇറങ്ങുന്നത്. അവർക്കിപ്പോൾ UK മലയാളി കമ്മ്യൂണിറ്റിക്ക് എഴുതേണ്ട കാര്യമില്ല. മലയാളി കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ എല്ലാ പത്രങ്ങളും വരുന്നുണ്ട്. പക്ഷെ അത് വരുന്ന അവിടെ അസോസിയേഷൻ യോഗം നടത്തി, മീറ്റിംഗ് നടത്തി, പ്രസംഗിച്ചു, പ്രാഞ്ചിയേട്ടന്മാരുടെ വാർത്തയാണ്. പക്ഷെ ജനങ്ങൾക്ക് അറിയേണ്ട വാർത്ത എന്താണ്? ഈ അവിടെ ജീവിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ എല്ലാവർക്കും അറിയാം എന്ന കൺസെപ്റ്റ് ആണല്ലോ അവിടുത്തെ മാധ്യമങ്ങൾക്ക്. പക്ഷെ നമുക്കറിയില്ല, നമ്മൾ പുതുതായിട്ട് ചെന്നവരാ. ഉദാഹരണത്തിന് ഒരു വേസ്റ്റ് ബിൻ ഒരു 4-5 എണ്ണം കാണും. അപ്പോൾ ആ വേസ്റ്റ് ബിന്നിന് കുറേ നിയമങ്ങളുണ്ട്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, പച്ചക്കകത്ത് അത് ഇടണം, അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ഇടണം, ഗ്രീൻ വേസ്റ്റ് ഇടണം, പ്ലാസ്റ്റിക്, ഇതൊക്കെ അറിയാമെങ്കിലും ഇത് നമ്മളൊക്കെ ചെയ്യുന്ന നിറച്ചങ്ങ് വെച്ച് പൊക്കി വെക്കും, എടുത്തോണ്ട് പോകത്തില്ല. ഇത് അവർ ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം ആണല്ലോ. ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം അത് കറക്റ്റ് നമ്മൾ എങ്ങനെ വെക്കണം, ബീനിൻ്റെ വീല് എങ്ങനെയാണ് വെക്കേണ്ടത്, അത് റോഡിൽ എവിടം വരെയാണ് വെക്കേണ്ടത്. ഈ വണ്ടി ഇവിടെ വന്നിട്ട് അതിൻ്റെ യന്ത്രം ഇവിടെ വന്നിട്ട് ഇത് പൊക്കാൻ നേരത്ത് ഇത് അവർക്ക് പറ്റില്ല, അവരെടുക്കത്തില്ല. ഇത് മാത്രമേ ഇത് അടച്ചടച്ചിട്ട് തുറന്നിട്ടാണ് ഇടുന്നത്. അത് തുറന്ന ഇങ്ങനെ ഇരിക്കുകയാണ്, അവരെടുക്കത്തില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ലോൺ എടുക്കാനായിട്ട് ക്രെഡിറ്റ് സ്കോർ, ഇപ്പം നമുക്ക് സിബിൽ ഇവിടെ ഉണ്ട്. പക്ഷെ അന്ന് ഇത് അധികകാലമായിട്ടില്ല ഇവിടെ ചർച്ച ഇറങ്ങിയിട്ട്. പക്ഷേ ഒരു 15-20 കൊല്ലം മുമ്പ് അവിടെ ക്രെഡിറ്റ് സ്കോർ ഉണ്ട്. ഇതേ ചെയ്യുന്ന എക്സ്പീരിയൻ അടക്കമുള്ള കമ്പനികളാണ് അവിടെ സിബിൽ എടുത്തുകൊണ്ടിരുന്നത്. ആ സിബിൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സ്കോർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് സ്കോർ എങ്ങനെ കൂട്ടാം? അതിൻ്റെ അകത്ത് ജനങ്ങൾക്ക് അറിയേണ്ട കാര്യം അതാണ്. നമ്മുടെ ധാരണ എന്താണ്? പലരുടെയും ധാരണ കൂടുതൽ കടമുണ്ടെങ്കിൽ നമുക്ക് കടം കിട്ടത്തിരുന്നത്. അങ്ങനെയല്ല. കടമുള്ളവർക്കേ കടം കിട്ടും, കടമില്ലാത്തവർക്ക് കടം കിട്ടത്തില്ല. കടമുള്ളവർക്ക് കടം കിട്ടും. പക്ഷേ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കടം അവർ കൃത്യമായി അടച്ചിരിക്കണം, അവർക്ക് വരുമാനം ഉണ്ടായിരിക്കണം. ഒരു കടവുമില്ലാത്തവർക്ക് ക്രെഡിറ്റ് സ്കോർ ഇല്ല. ഇത്തരം കാര്യങ്ങൾ അതേപോലെ തന്നെയാണ് മറുനാടൻ മലയാളം തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പം ഇവിടെയുള്ളൊരു ഫില്ല് ചെയ്യാത്ത ഒരു ഏറിയ എന്ന് പറയുന്നത് പ്രമുഖ ബ്രാൻഡുകളെ കുറിച്ച് വാർത്തയില്ല. അപ്പോൾ എന്താണ് ഈ പ്രമുഖ ബ്രാൻഡുകൾക്ക് എല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ടാണ്? അല്ല. പിന്നെ ഈ നാട്ടിൻപുറത്ത് ചാരായം വാറ്റുന്ന ഒരുത്തൻ, ഇവന് ഈ ചാരായം വാറ്റി വിറ്റാൽ അവന് കിട്ടുന്നത് എത്ര കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് കാട്ടിക്കൊണ്ട് കോട കലക്കി ഇവനിത് പല ദിവസങ്ങളിൽ രാത്രി പോയി ഇരുന്ന് സെറ്റ് ചെയ്ത് കുഴലിൽ കൂടെ ഉണ്ടാക്കി ചൂട് കത്തിച്ച് സാധനം ഇറക്കി വിറ്റാൽ ഇവനൊരു 10 ലിറ്ററോ അല്ലെങ്കിൽ ഈ 15 ലിറ്ററോ ചാരായം കിട്ടും. ഇത് അവൻ കഴിച്ചും കഴിഞ്ഞ് കൂട്ടുകാർക്കും കൊടുത്തു കഴിഞ്ഞ് സഹായിച്ചവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവന് കിട്ടുന്നത്. പക്ഷേ ഇത് വലിയ വാർത്തയാണ്. അവൻ ജാറും പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ 1-ാം പേജ് വരും. വലിയ ഗൗരവമല്ലേ? പക്ഷേ ഈ കൊള്ളക്കാർക്കൊന്നും, ഈ വലിയ മുതലാളിമാരെല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് എല്ലാത്തിൻ്റെ രേഖകളൊന്നുണ്ട്. ഇന്നും കുറച്ചുകൂടെ രേഖ ലഭ്യമല്ല. ഉദാഹരണത്തിന് ഇപ്പം കൊച്ചി മെട്രോ വരുമ്പം ഭീമാ ജുവലറി രക്ഷിക്കുന്നതിന് വേണ്ടി വളമുണ്ടാക്കി. അപ്പം ഇത് വെറുതെ അങ്ങ് വളയ്ക്കുമല്ല, അതിനു മുമ്പിൽ പല കത്തടപാടുകളും ഉണ്ട്. അപ്പോൾ ഈ കത്തടപാടുകൾ നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭീമയെ രക്ഷിക്കാൻ അവർ വളമുണ്ടാക്കിയതിനെ കുറിച്ച് നമുക്ക് വാർത്ത കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അനധികൃതമായി ഈ ഇവർ എന്താണ് ഭൂമി കയ്യേറുന്നത്, സർക്കാർ ഭൂമി കയ്യേറുന്ന, നികുതി അടയ്ക്കാത്തത്, ഇപ്പോൾ കോവളം കെട്ടാറ്, ഇങ്ങനെ ഒരുപാട് വിഷയം. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം പിറകെ പോയി സ്വാഭാവികമായും ജനത്തിന് ഇൻട്രസ്റ്റ് ആവും. കാരണം ജനത്തിന് താല്പര്യം കൂടുതൽ ഒരു പാവപ്പെട്ടവൻ ചാരാൻ പറ്റുന്നതിനേക്കാൾ ജനത്തിന് താല്പര്യം വമ്പന്മാരുടെ അതിലേക്ക് നമ്മളങ്ങ് വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായി 2 വിഷയം ഉണ്ടാവും. ഒന്ന്, നമുക്ക് പരസ്യം തരാത്തത് കൊണ്ടും പണം തരാത്തത് കൊണ്ടും വാർത്ത കൊടുക്കുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ആളുകൾക്ക് അങ്ങനെ പറയാൻ അവകാശമുണ്ട്. പക്ഷെ നമ്മൾ അവനോട് പണം ചോദിച്ചിട്ടോ പരസ്യം ചോദിച്ചിട്ടോ തരാതെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് വഴങ്ങാത്തതാണെന്ന് പറയുന്നവരെ നമ്മൾ പൂട്ടും. തെളിയിക്കണമല്ലോ. നമ്മൾ കേസ് പോലും കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ ഇതുവരെയുള്ള എൻ്റെ പത്രപ്രവർത്തനത്തിൽ എന്ത് വിമർശനം ഞാൻ സഹിക്കും. പക്ഷേ പണം വാങ്ങി ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞാൽ അവൻ
കൃത്യമായി ഒരുത്തം പറഞ്ഞാൽ അവനെതിരെ കേസ് കൊടുക്കും. അവനെതിരെ കേസ് കൊടുത്തിരിക്കും, അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് പിൻവലിപ്പിച്ച് പോവുകയോ ചെയ്യുന്നിടം വരെ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട പല കേസുണ്ട്. ഇപ്പം കോട്ടയം സബ് കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. നമ്മുടെ ബൈജു കൊട്ടാരക്കര, ഞാനെന്തോ ഹവാല ഇടപാട് വഴി UK പണം കടത്തിയത് കേസ് നടക്കുകയാണ്. പല കേസുകളുമുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ തുടർച്ചയായി അതുകൊണ്ട് തന്നെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇരകൾക്കറിയാം. ഇപ്പം ഗോകുലം ഗോപാലൻ്റെ ഓഫീസുകളിൽ ഒരു കുറേ കാലം മുമ്പ്, ഗോകുലം ഗോപാലമായിട്ട് നമുക്ക് നല്ല അടുപ്പമാണ്, കുറേ കാലം മുമ്പ് വലിയ റെയ്ഡ് നടന്നു. പിടിച്ചത് 1200 കോടി കള്ളപ്പണമാണ്. 1200 കോടി കള്ളപ്പണമാണ്. ഒരിടത്ത് വന്ന് നമ്മൾ കൊടുത്തു. അതിന് കാരണം ഈ പരസ്യം തരുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും അവർക്കെതിരെ വാർത്ത കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ സൗഹൃദമാണെങ്കിലും കൊടുക്കും. മാത്രമല്ല ഇതിനകത്ത് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഈ അൽമുക്താദറിന്റെ ഭാഗത്തു നിന്ന് പറയുന്നത് അവസാനമായിട്ടൊരു വിശദീകരണം വന്നത്, ഈ ഒരു ചില സ്ഥാപനങ്ങൾ, അതായത് ഈ ചില പ്രത്യേക മാധ്യമ സ്ഥാപനം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ആരാണ് അവർക്കെതിരെ നിൽക്കുന്നത്. മറ്റ് ജ്വല്ലറി അവർക്ക് അവരുടെ കച്ചവടം വർദ്ധിപ്പിക്കാനായി നമ്മൾ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ എതിരെയുള്ള ഇപ്പം മറ്റ് ജ്വല്ലറികളായ പോലും നമ്മുടെ ശത്രുക്കളുടെ രീതിയിലാണ്. അതാണ് നമ്മൾ നോക്കുക. ഇപ്പം പ്രമുഖ ജ്വല്ലറികൾ ഇവിടെയുള്ള എല്ലാം തന്നെ നമ്മൾ അവർക്കെതിരെ വാർത്ത കൊടുത്തിട്ടുമുണ്ട്. പലരും നമുക്കെതിരെ കേസും കൊടുത്തിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഒരു പ്രമുഖ ജ്വല്ലറി ബ്രാൻഡ് കേരളത്തിൽ കേസ് കൊടുത്താൽ ക്ലിക്ക് ആവത്തില്ല. കാരണം നമ്മുടെ കാര്യത്തെ ശരിയെന്നറിയാവുന്ന കാരണം കേരളത്തിന് പുറത്ത് ഒരു സംസ്ഥാനത്ത് കേസ് നടത്തുവാണ്. അപ്പം അത്തരം നമുക്കത് പറയാൻ വയ്യാത്തതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് പറയാൻ കഴിയാത്ത ഇഞ്ചക്ഷനുള്ളതുണ്ട്. ഇവർക്കെല്ലാം ഇഞ്ചക്ഷൻ കിട്ടുന്നത്. അപ്പം നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ സിമ്പിൾ, ഞാൻ ഇതിൻ്റെ അകത്ത് വളരെ എടുത്തിരിക്കുന്നൊരു കാര്യം, ജനങ്ങളാണ് നമ്മുടെ ഒരു സംരക്ഷിക്കേണ്ടവർ. ജാതി മത ഭേദമന്യേ സാധാരണ മനുഷ്യരെ രക്ഷിക്കണം. അതിനകത്ത് ചില ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇപ്പം തട്ടിപ്പാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്ന ചില ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിനൊരു തട്ടിപ്പ് ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ വഴി എന്താണ്? ഇവർ പറഞ്ഞു പണിക്കൂലി സൗജന്യം, പണിക്കൂലി ഇല്ല. ഇതാണ് ഇവരുടെ. ഇത് തെറ്റാണ്. കാരണം സ്വർണം എന്ന് പറയുന്ന സാധനം ജുവലറിയായി മാറണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഭരണമായി മാറണമെങ്കിൽ അതിന് പണിക്കൂലി കൊടുത്തേ പറ്റൂ. പണിക്കൂലി എത്ര ഈടാക്കുന്നു രണ്ടാമത്തെ കാര്യം. പണിക്കൂലി ഇവർക്ക് വേണമെങ്കിൽ ഇത്ര ഈടാക്കാതിരിക്കാം. പക്ഷെ പണിക്കൂലി സൗജന്യമായി ഒരു സ്വർണ്ണക്കടയ്ക്കും കൊടുക്കാൻ പറ്റത്തില്ല. വില കൂടിക്കൊണ്ടിരിക്കുന്ന അല്ല, അത് ഈ സ്വർണം പണിക്കൂലിക്ക് രണ്ടുണ്ട്. പണിക്കൂലിയുണ്ട്, പണിക്കുറവുണ്ട്. അതായത് ഈ സ്വർണത്തിൻ്റെ വില കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇവർ സ്വർണം മേടിക്കുന്ന ഹോൾസെയിൽ സ്വർണത്തിനാണ്. അത് എങ്ങനെയാണ്? ബിസ്ക്കറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെറ്റീരിയലാണല്ലോ. ഇത് ആഭരണങ്ങളാക്കി പറ്റുമ്പോൾ സ്വർണ്ണമല്ലേ. നമ്മളിപ്പോൾ ഒരു കട്ട ഉണ്ടാക്കുമ്പോൾ മണ്ണ് നശിക്കുന്ന പോലെ അല്ല സ്വർണം പോകുന്നത്. ഇത് കട്ട് ചെയ്ത് മെഷീൻ്റെ സഹായത്തോടു കൂടി വിവിധ ആഭരണങ്ങളാക്കുമ്പോൾ സ്വർണത്തിന് കുറേ നഷ്ടം ഉണ്ടാവും, വേസ്റ്റ് ഉണ്ടാവും. ഇതാണ് പണിക്കുറവ്. ഈ പണിക്കുറവും ഇവർ വിലക്കകത്ത് കൂട്ടും. പിന്നെ പണിക്കൂലി, ഈ ആഭരണം ഡിസൈൻ ചെയ്ത് എടുക്കുന്ന പണിക്കൂലി, ഇത് രണ്ടും ഇല്ലാതെ സ്വർണം വിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ തട്ടിപ്പാണ്. അപ്പം അപ്പം പിന്നെ എങ്ങനെ ഇവർക്ക് ലാഭം നടത്താൻ പറ്റും? അപ്പം ഞാൻ ആദ്യം നമ്മളിതിൻ്റെ സംശയം വരെ നിർത്തുന്നത് ഈ ഒരൊറ്റ തിയറി കൊണ്ടാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ബേസിക് ആയിട്ടുള്ള ചില തട്ടിപ്പ്. എടുക്കാത്ത ലോട്ടറി അടിക്കത്തില്ല. നിങ്ങൾ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞു വന്നാൽ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ലോട്ടറി എടുത്തിട്ടുണ്ടില്ല? എടുക്കാത്ത ലോട്ടറി അടിക്കത്തില്ല. അപേക്ഷിക്കാത്ത ജോലി കിട്ടത്തില്ല. ഇത് ജോലിക്ക് വിദേശത്തേക്ക് ജോലി, അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പോളിസി അപേക്ഷിക്കാത്ത ജോലി കിട്ടത്തില്ല. 3, വിദേശത്തു നിന്ന് ആരും നമ്മളെ തേടിപ്പിടിച്ച് എൻ്റെ സമ്പാദ്യം, തലമുറയാക്കിയിട്ട് സമ്പാദ്യം നിനക്ക് തരാം എന്ന് പറയുന്ന സംഭവമില്ല. അങ്ങനെ തരത്തില്ല. അവന് വേറെ ആർക്കെങ്കിലും കൊടുക്കാം, നമ്മളെ തേടിപ്പിടിച്ചു കൊടുക്കും. പരിചയമില്ലാത്തതിനെ കൊടുക്കേണ്ട കാര്യമില്ല. ഈ 3-4 കാര്യം, ഈ 3-4 കാര്യങ്ങൾ അടിസ്ഥാനപരമായ പ്രമാണമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം മറ്റേ മെത്രാൻ വിർച്വൽ അറസ്റ്റ്. എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം വലിയ പ്രസംഗകനും ഒക്കെയാണ്. എനിക്ക് അത്ഭുതം തോന്നി. കാരണം നമ്മളെ ഒരു കാരണവശാലും ഒരു കോടതിക്കും നോട്ടീസ് നൽകിയും നമ്മുടെ വിശദീകരണം കേൾക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഫോൺ വിളിച്ചിട്ട് നീ ഇപ്പോൾ ഇന്ന നമ്പറിൽ തിരിച്ച് വിളിച്ചാൽ നിന്റെ മൊബൈൽ ഫോൺ കട്ടാവുന്നു, ട്രായിയുടെ കോളാണെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പോടാ പട്ടി എന്ന് പറഞ്ഞിട്ട് വെക്കുക എന്നുള്ള പറ്റത്തുള്ളൂ. കാരണം ഒരാൾക്കും ഒരു കോടതിയും ഒരു ഏജൻസിയും നമുക്ക് നോട്ടീസ് തരാതെ നമ്മൾ ക്രൈം ചെയ്തിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. CBIക്ക് അറസ്റ്റ് ചെയ്യാം, പോലീസിനും അറസ്റ്റ് ചെയ്യാം, അത് വേറെ കാര്യം. ഫോണിൽ കൂടെ വിളിച്ചിട്ട് നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞത് അത് പൊട്ടത്തരമല്ലേ? ഇതേ പ്രശ്നമാണ് ഇവിടെയും. ഇപ്പം അൽമുക്താദിൻ്റെ ഇത് വരുന്നു. അൽമുക്താദിനെ കുറിച്ച് ആദ്യ വാർത്ത വന്നപ്പോൾ തന്നെ പണിക്കൂലിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ തട്ടിപ്പാന്ന് മനസ്സിലായി. പക്ഷെ നമുക്ക് തട്ടിപ്പാന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ വാർത്ത കൊടുത്തില്ല. പിന്നെ രണ്ടാമത്തെ ലക്ഷണം, പത്രങ്ങളിലെല്ലാം 1-ാം പേജ് പരസ്യം. എല്ലാ പത്രങ്ങളിലും തുടർച്ചയായി 1-ാം പേജിൽ പരസ്യം കൊടുക്കുന്ന ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും തട്ടിപ്പാണ്.
വാർത്തകളെക്കാളും എനിക്ക് തോന്നുന്നു അവരെ സൂചിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഭാഗം ചേർക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ്, പിന്നെ എനിക്കൊരു പ്രോഡക്റ്റ് അല്ലെ ശരത്തിനൊരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മാർക്കറ്റിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ബ്രാൻഡ് ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ പരസ്യം ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പ്രോഡക്റ്റ് വിറ്റ് പോകാൻ വേണ്ടി പരസ്യം ചെയ്യും. പക്ഷെ ഒരിക്കലും എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ ഒരുമിച്ചൊരു പരസ്യം കൊടുക്കാൻ അത് കോടികൾ ചിലവുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് മനോരമയെ കൊടുത്താൽ 2 ദിവസം കഴിഞ്ഞ് മാതൃഭൂമി കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് ദേശാഭിമാനി കൊടുക്കാം. ഈ രീതിയിലാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഒന്നാം പേജിൽ പരസ്യം കൊടുക്കേണ്ടത് അത്തരത്തിലുള്ള സാധനമാണ്. എല്ലാ ഒരു സ്വർണ്ണക്കട ഒന്നാം പേജിൽ പരസ്യം കൊടുക്കേണ്ട കാര്യമില്ല, തെറ്റാണ്. അപ്പോൾ ഇവർ ഈ ഒന്നാം പേജിൽ പരസ്യം ചെയ്യുമ്പോൾ തന്നെ രണ്ടാമത് അപ്പോൾ ഇതിൻ്റെ എക്സ്പെൻസ് കൂടുമെന്ന് ഓർക്കണം. ഒന്നിവർക്ക് ഇവിടുത്തെ വലിയ ജോസ്കോയോ മറ്റേ കല്യാണോ ഭീമയ്ക്ക് ഒന്നും പറ്റാതില്ല ഒന്നാം പേജ് പരസ്യം കൊടുക്കാൻ എല്ലാ ദിവസവും കൊടുക്കും. 1/2 പേജോ 1/4 പേജോ കൊടുക്കും. ഒരു ഫുൾ പേജിൽ എല്ലാ എഡിഷനിലും എല്ലാ പത്രത്തിലും പരസ്യം അവർക്കാർക്കും പറ്റാതിരിക്കുമ്പോൾ ഇവർക്ക് പറ്റുന്നത് എങ്ങനെയാണ്? തട്ടിപ്പ് രണ്ടാമത്തെ ലക്ഷണം. സ്വാഭാവികമായി അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് എക്സാക്ട്ലി നിക്ഷേപ തട്ടിപ്പാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറയുന്നത് നിക്ഷേപ തട്ടിപ്പാണ്. ഇതിനേക്കാൾ ഭംഗിയായി അൽമുക്താദിറിനേക്കാൾ വലിയ തട്ടിപ്പ് നടത്തുന്നത് ബോബി ചെമ്മണ്ണൂരാണ്. പക്ഷെ ബോബി ചെമ്മണ്ണൂർ ബുദ്ധിമാനാണ്. അവൻ വളരെ നാടകങ്ങൾ കളിച്ചും ചാരിറ്റി കളിച്ചും നന്മമരം കളിച്ചും അഭ്യാസം കളിച്ചും നാട്ടുകാരെ കയ്യിലെടുത്തിട്ട് അവൻ്റെ ഈ ബിസിനസ്, അതായത് ഇവൻ്റെ പ്രശ്നം വെച്ചാൽ ഇത് വിശ്വാസ്യതയാണ് ഈ നിക്ഷേപ തട്ടിപ്പിൻ്റെ അടിസ്ഥാനം. ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് വലുത് തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു, നിക്ഷേപം വരുന്നു. പക്ഷെ ഇവർ ഈ പണം ദൂർത്തടിക്കുക. വാസ്തവത്തിൽ ബാങ്കുകൾ ചെയ്യുന്നതാണ് യഥാർത്ഥ ബിസിനസ്. നമ്മളോട് 10% പലിശ അല്ലെങ്കിൽ 8% പലിശയ്ക്ക് വാങ്ങുന്ന സാധനം 10% പലിശയ്ക്ക് നമുക്ക് തരുന്നു. ഇതാണല്ലോ ബിസിനസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് 1% ചിലവ് കഴിഞ്ഞാൽ സാലറിയും എല്ലാം കൂടെ കഴിഞ്ഞാൽ 1% ലാഭമുണ്ട്. ഇതാണ് ബാങ്കിങ് ബിസിനസ്. ഇവർ ചെയ്യുന്നത് എന്താ? അപ്പോൾ ആ പണം വളരെ കൃത്യമാണ്. പിന്നെ അവർ ഇൻവെസ്റ്റും ചെയ്യും, ഈ ബാങ്കുകൾ ഇൻവെസ്റ്റും ചെയ്യും. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ കിട്ടുന്ന പണം അടിച്ചു പൊളിക്കും, എസ്റ്റേറ്റ് വാങ്ങും, സിനിമ ഇറക്കി പൊളിയും, അങ്ങനെ പരിപാടി നടത്തും. പക്ഷേ പബ്ലിസിറ്റി കൊടുത്തിട്ട് പുതിയ ആളുകളിൽ നിന്ന് പണം മേടിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. ബോബി ചെമ്മണ്ണൂർ ബിസിനസ്സിൻ്റെ മോഡൽ ഞാൻ ഇത് ചോദിച്ചിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂർ ബിസിനസ്സിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വർണ്ണക്കടയിൽ ചെല്ലുന്നു, സ്വർണം വാങ്ങുന്നോ വാങ്ങുന്നില്ലെന്ന് രണ്ടാമത്തെ കാര്യം. പക്ഷെ നിങ്ങൾ അവരുടെ റഡാറിൽ പെട്ട് കഴിഞ്ഞു. അപ്പോൾ അവിടെ നല്ലൊരു മാർക്കറ്റിംഗ് ഉണ്ടാവും ഈ സ്വർണ്ണക്കടയിൽ. ഇത് സ്വർണത്തിൻ്റെ മാർക്കറ്റിംഗ് ടീമല്ല. സ്വർണ്ണക്കടയും നമുക്ക് സ്വർണം പോയാൽ പറ്റില്ല. ഈ മാർക്കറ്റിംഗ് നമ്മൾ സോപ്പിട്ടെടുത്താൽ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ സോപ്പിട്ടെടുത്ത് സൗഹൃദം ഉണ്ടാക്കി അവൻ്റെ ദൗർബല്യം എന്താണെന്ന് കണ്ടുപിടിച്ച് നമ്മളുടെ കയ്യിലിരിക്കുന്ന കാശ് അവൻ നിക്ഷേപമായി മേടിക്കും. കാശില്ലെന്ന് വെച്ചോളൂ, സ്വർണം കാണുമല്ലോ, പഴയ സ്വർണം കാണുമല്ലോ, അത് മേടിക്കും. ഈ തരത്തിൽ പുതിയ ആളുകൾ മേടിച്ചു പോകുന്നൊരു മോഡലാണ്. ഇത് തന്നെയാണ് ഈ മുഹമ്മദ് മൻസൂർ. അവിടെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വർണ്ണം ഒപ്പം കയ്യിലില്ല, നമുക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാം. ആൾക്കാരെല്ലാവരും നോക്കുന്നത് സ്വർണം ഈ വില കൂടുന്നത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വാങ്ങാനേ നോക്കുകയുള്ളൂ. ഇന്ന് എനിക്ക് തോന്നുന്നു ഈ 1.5 വർഷത്തിനിടെ തന്നെ 20,000 രൂപയാണ് പവന് മേൽ മാറ്റം വന്നത്. സ്വാഭാവികമായിട്ട് അവർ ഇന്ന് ഈ ഒരു കാശ് മേടിച്ച് വെച്ചിട്ട് ഭാവിയിൽ തരാമെന്ന് പറയും. അന്ന് കുറവാണെങ്കിൽ ആ റേറ്റിന് തരും, അന്ന് കൂടണമെങ്കിൽ ഇന്നത്തെ ഈ കുറഞ്ഞ റേറ്റ് തരും എന്ന് പറയുന്നത് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. അത് തന്നെ ഒരു ഉടായ്പായിട്ട് തോന്നിയിട്ടില്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. അഡ്വാൻസ് ബുക്കിങ്ങിനെ കൊണ്ടുവന്ന എനിക്ക് തോന്നുന്നു ഇവരാണെന്നാണ് ആലോചിച്ചു. അല്ല, അഡ്വാൻസ് ബുക്കിംഗ് പലരും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്ന ട്രെൻഡ് നോക്കിയ, അതായത് സ്വർണത്തിന്റെ വിലയിൽ കയറ്റിറക്കങ്ങൾ വരുന്ന കാലഘട്ടത്താണ് ഈ അഡ്വാൻസ് ബുക്കിംഗ്. ഇപ്പൊ കഴിഞ്ഞ 2 കൊല്ലമായി ആരും അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും അത് സാധ്യമല്ല. അപ്പോൾ ഇത് തന്നെ ആലോചിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് 20,000 രൂപ പവന് വ്യത്യാസം വന്ന് ഈ നഷ്ടം അവരെങ്ങനെ നിർത്തും? ഇവരുടെ പഴയ സ്റ്റോക്ക് ഉണ്ടെങ്കിലൊക്കെ ഇവർക്ക് അധികം സ്റ്റോക്കൊന്നുമില്ല. പുതിയ സ്റ്റോക്ക് ഇവർക്ക് എങ്ങനെ വില കുറച്ച് കിട്ടും? ഇവരെങ്ങനെ കൊടുക്കും? അപ്പോൾ ഇത് അടിമുടി തട്ടിപ്പ്. അപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ വിശ്വാസമുണ്ട്. അതിനുവേണ്ടി അവർ ചെയ്താണ് ഏറ്റവും കഷ്ടം. ഞാനൊരു വിശ്വാസിയാണ്. വിശ്വാസിയായി ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം, നമ്മുടെ വിശ്വാസത്തെ തൊട്ട് കളിക്കരുത് എന്ന് പറയാറുണ്ട്. വേറൊരുത്തരും തൊട്ട് കളിക്കുമ്പോഴാണ് നമ്മൾ പൊട്ടിത്തെറിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ അപകടം നമ്മൾ തന്നെ നമ്മുടെ വിശ്വാസത്തെ തൊട്ട് കളിക്കുമ്പോൾ. അതായത് ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എൻ്റെ വിശ്വാസത്തെ ഹിന്ദുവായ ശരത്തോ മുസ്ലിമായ ആഷിക്കോ എൻ്റെ വിശ്വാസത്തെ പ്രകോപിപ്പിച്ച് എനിക്ക് വേദന ഉണ്ടാവും. അതാണ് മതവികാരം വ്രണപ്പെടുക എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ തന്നെ എൻ്റെ വിശ്വാസത്തെ പരിഹസിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇതിനേക്കാൾ കൂടുതൽ. കാരണം ആഷിക്കിനും ശരത്തിനും അറിയാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞത്, എനിക്കറിയാമല്ലോ. അപ്പം ഇയാൾ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ഈ അനന്തകൃഷ്ണൻ്റെ തട്ടിപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ട കാര്യമുണ്ട്. അനന്തകൃഷ്ണ തട്ടിപ്പിൻ്റെ അകത്ത് ശ്രദ്ധിച്ചിട്ട് ഈ മറ്റ് തട്ടിപ്പിൽ നിന്ന് വ്യത്യസ്തമായ തട്ടിപ്പ് അത്
പാവങ്ങളെയാണ് ടാർഗറ്റ് ചെയ്തത്. സ്ത്രീകൾ പാവങ്ങൾ, ഈ കൂലിപ്പണിക്കാരും കുടുംബശ്രീക്കാരുമായ ഇതേപോലെ തന്നെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്നു, മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പാവപ്പെട്ടവരെ ടാർഗറ്റ് ചെയ്യുന്നു. ഇയാൾ ചെയ്ത അതാണ്. അപ്പം ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടി അയാൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് നടത്തുന്നു. അൽ മുക്താദിർ എന്ന് പേരിട്ടിട്ട് എന്തിനാണ്? അയാളുടെ സ്ഥാപനത്തിന് പേര് അൽ മുക്താദിർ. നമുക്ക് ഒരുപാട് ജോസ്കോയുണ്ട്, മറ്റേ ഭീമയുണ്ട്, ഒരുപാട്, എല്ലാവർക്കും ഒരു ബ്രാൻഡിലല്ലേ ചെയ്യുന്നവർ. ഒരുപക്ഷെ പല കമ്പനി കാണും. പക്ഷെ ഇവർ ഒരു കട ഇടുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു കട ഇടുമ്പോൾ അവിടെ തന്നെ 3 പേര് കാണും. ആർക്കും അറിയത്തില്ല. ഇവരുടെ ടാർഗറ്റ് എത്ര? അള്ളാഹുവിന് 99 പേരുകളുണ്ടെന്നാണ് ഖുറാനിൽ പറയുന്നത്. ഈ അള്ളാഹുവിൻ്റെ 99 പേരിലും ഇവരിടുക. ഇത് വലിയ ചതിയല്ലേ? അള്ളാഹുവിൻ്റെ പേര് ഇവർ ദുരുപയോഗിക്കുമല്ലേ? അതും പലിശ ഇസ്ലാം നിഷിദ്ധമായ സാധനമാണ്. ഇവ യഥാർത്ഥത്തിൽ പലിശപ്പണിയാണ് ചെയ്യുന്നത്. ഇവൻ ഈ നിക്ഷേപം മേടിക്കുവാണിത്. യഥാർത്ഥത്തിൽ പലിശപ്പണിയാണ് ചെയ്യുന്നത്. ഇത് അള്ളാഹുവിൻ്റെ പേരുപയോഗിച്ച് ഇവൻ ഈ വലിയ തൊപ്പി വെച്ച് നീളം ഉടുപ്പ് ധരിച്ച് നീണ്ട താടി വെച്ചിട്ട് ഇവൻ ഭയങ്കര വിശ്വാസിയാണ്. നമുക്കൊക്കെ വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്വർണ്ണ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്ന, ഹലാൽ സ്വർണ്ണ ബിസിനസ് ചെയ്യുന്നു, വിശ്വാസിയാണ് എന്ന തരത്തിൽ മാത്രം പെരുമാറിയിട്ട് ഈ പാവപ്പെട്ട മുസ്ലിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോയി. അതും ലോകത്താർക്കും ഒരു ബിസിനസ്, നമ്മുടെ നാട്ടിലാർക്കും ഒരു ബിസിനസ്സും ഏതെങ്കിലും കമ്മ്യൂണിറ്റിയെ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപക്ഷെ പർദ്ദ തുണിക്കട കൊടുക്കുന്നിടത്ത് അവർക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റത്തുള്ളായിരിക്കും. അല്ലെങ്കിൽ സാമ്പ്രാണി എല്ലാവർക്കും പറ്റും, സാമ്പ്രാണിത്തിന് എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ എന്താണ്, എല്ലാം ഉണ്ട്. പക്ഷെ പൊതുവെ അത്ര പറ്റത്തില്ല അത്. അപ്പോൾ ഇയാളിത് ടാർഗറ്റ് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടാണ്. എല്ലാ കമ്മ്യൂണിറ്റിയിലും പെട്ടവർ വന്നാൽ ഈ തട്ടിപ്പ് പെട്ടെന്ന് തിരിച്ചറിയാൻ വെളിയിൽ വരികയും ചെയ്യും. ഇതിപ്പം അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് വരുമ്പോൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പ്രതീക്ഷ കൊടുത്ത് നിർത്താം. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ കൃത്യം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഫോളോ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, ഇയാളുടെ ഒരു ശബ്ദരേഖ, ഇയാൾ ഈ ജീവനക്കാരുടെ ഗ്രൂപ്പിലിട്ട ശബ്ദരേഖ എനിക്ക് കിട്ടി. ജീവനക്കാരെല്ലാം പേടിച്ചോടി. ജീവനക്കാരെല്ലാം നിലനിൽപ്പിന് വേണ്ടി ചെയ്യാൻ പറ്റൂ, അവരോടി. അപ്പം പേടിപ്പിക്കുക. ഇത് നിത്യ നരകത്തിന് അർഹതയാവും. നിങ്ങളിത് അള്ളാഹുവിൻ്റെ ഈ സ്ഥാപനത്തിൽ നിങ്ങൾ തിരിച്ചു വന്നാൽ അങ്ങ് ഭയപ്പെടുത്തി ഇവരെ കൊണ്ടുവരിക. എന്നിട്ട് ഇവർ പേടിച്ചു പോകും. കാരണം ഇതൊരു വിശ്വാസത്തിൻ്റെ കാര്യം കൂടിയാണല്ലോ. ഈ വരുന്ന ജീവനക്കാരെ നാട്ടുകാർ കയ്യേറുക. എന്നിട്ട് ഇവരോട് പറയുന്നത് എന്താണ്? ഞാനിപ്പോൾ അത്ഭുതപ്പെട്ടു പോയത്, നമ്മൾ ഈ വാർത്ത ചെയ്യുമ്പോൾ ഇന്ന് 2 FIR വീണിട്ട് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. ഞാൻ കൃത്യമായി ഇതുവരെ FIR പോലും വീണിട്ടില്ല. FIR വീഴണമെങ്കിൽ ആദ്യം പരാതി പോകണം. ഈ പരാതി പോയാൽ മാത്രമേ പക്ഷേ FIR വീണാൽ നിങ്ങൾക്ക് കാശ് കിട്ടത്തില്ല, അള്ളാഹുവിന് ഇഷ്ടപ്പെടത്തില്ല, അള്ളാഹുവിൻ്റെ നാമത്തിനെതിരെയാണ് നിങ്ങൾ പരാതിപ്പെടുന്നതൊക്കെ ഭയപ്പെടുത്തി കാശ് പോയവർക്ക് ഇപ്പോഴും പ്രതീക്ഷ കിട്ടിയിരിക്കുകയാണ്. ഇവർ മനസ്സിലാക്കേണ്ട കാര്യം, ഇവർ ഇത് തിരിച്ചറിഞ്ഞ് പരാതി കൊടുക്കുമ്പോഴത്തേക്ക് ഇവൻ ദുബായിലോ അബുദാബിയിലോ പോയി കഴിഞ്ഞിരിക്കും. മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പരമ്പരാഗതമായിട്ട് സ്വർണ്ണ ഈ ഒരു വിപണിയിലേക്ക്, ഈ ഒരു ശൃംഖലയിലേക്ക് വരുന്ന ക്രിസ്തീയ, എനിക്കൊന്ന് പരമ്പരാഗതമായിട്ട് അങ്ങനെയാണ്, ക്രിസ്തീയ അല്ലെങ്കിൽ ഹൈന്ദവ അവരായിരിക്കും. എന്തുകൊണ്ട് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഫോക്കസ് ചെയ്ത് ആ ഒരു ജനങ്ങളെ ഫോക്കസ് ചെയ്ത് വരുന്നു? അതാണ് നമുക്ക് ആദ്യമായിട്ട് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അത് തന്നെ ഒരു തട്ടിപ്പിന്റെ ഒരു ലക്ഷണം അല്ലേ തോന്നാം. ആണ് അത് തന്നെയാണ്. അതായത് ഇയാൾ ഇത് നിക്ഷേപ തട്ടിപ്പാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം ഇയാൾ വിചാരിച്ച മാതിരി ഇങ്ങനത്തെ വിവാദങ്ങളൊന്നും ഉണ്ടാവാതെ പോയാൽ പുതിയ ആളുകൾ പണം നൽകിക്കൊണ്ടിരിക്കും. അപ്പം പഴയ ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ടാണ് അയാൾ എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുത്തത്. ഇപ്പം ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി, അൽ മുക്താദിർ ജുവലറി തട്ടിപ്പ്. അത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. മറുനാടൻ്റെ വാർത്തകളല്ലാതെ ആകെപ്പാടെ ജനൻ ടി വിയിൽ ഒരു വാർത്ത, 1-2 വാർത്ത ജന്മഭൂമി ജനൻ ടി വിയിൽ റെയ്ഡിനെ കുറിച്ചുണ്ട്. റെയ്ഡിനെ കുറിച്ച് മാത്രം. പിന്നെ മറ്റു പത്രങ്ങളിലുള്ളത്, മനോരമയിലൊക്കെ ഉള്ളത് ഇയാളുടെ വിശദീകരണം മാത്രമാണ്. അതിന്റെ ചോട്ടിൽ ഞാൻ കണ്ടൊരു കാര്യം പറയാം. അതിന്റെ ചോട്ടിലാണ് ഇവരുടെ ഈ ഒരു മോഡൽസിനെ കുറിച്ചും അതിന്റെ പണിക്കൂലിയുടെ ഇളവിനെ കുറിച്ചും അതിന്റെ തൊട്ട് താഴെ ഇന്ന് ഞാൻ കണ്ടൊരു പ്രമുഖ ഇതുപോലെ തന്നെ ഇത് നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇയാളുടെ ഒരു വിശദീകരണം, അതിനുശേഷം നക്ഷത്ര ഗോൾഡ്, അതിലെ ആന്റി കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എല്ലാത്തിനും പണിക്കൂലി സഹിതം ഇട്ടേക്കുന്നു. അവിടെയും ബിസിനസ് കൊണ്ടുവന്നിട്ടുണ്ട് അവർ കൃത്യമായിട്ട്. ഇനി വരാൻ പോകുന്നു, വന്നു കഴിഞ്ഞാൽ ഇത്രയും ലാഭമാണ് കിട്ടാൻ പോകുന്നുള്ള രീതിയും കൂടെ വരുന്നുണ്ട്. ഒരേ ടൈമിൽ തന്നെ ഇത് രണ്ടും കൂടെ. ഇതിൻ്റെ അകത്ത് ശരത്തെ, ഇതൊരു ഭയങ്കര തട്ടിപ്പാണല്ലോ. ഈ തട്ടിപ്പിന് ഇരയായ മനുഷ്യർക്കെല്ലാം പണം പോകും. അതേസമയം ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് സ്വർണം കിട്ടിയിരുന്നു. അത് എല്ലാ തട്ടിപ്പും അങ്ങനെയാണ്. ഇപ്പോൾ ഈ മണി ചെയിൻ മോഡലുണ്ടല്ലോ, ഈ മണി ചെയിന് മറ്റേ വേറെ സാധനം ഉണ്ടല്ലോ, മണി ചെയിൻ, ഈ പിരമിഡ് സ്കീം. ഈ പിരമിഡ് സ്കീം തുടങ്ങുന്നത് ബോബി ചെമ്മണ്ണൂർക്ക് പിരമിഡ് സ്കീം ഒരുപാടുണ്ട്. ഈ പിരമിഡ് സ്കീമിൻ്റെ മുകൾ ചെയിനുള്ളവർക്ക് എല്ലാം പണം കിട്ടും, എല്ലാവർക്കും പണം കിട്ടും. എവിടെയാണോ ഇത് ആടി ഉലയുന്നത് അതിനുശേഷമുള്ളവർക്ക് അപ്പോഴത്തേക്ക് ഇതൊക്കെ വളർന്ന് പന്തലിക്കും. ഇത് വളർന്ന് പന്തലിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം അനന്തുവിൻ്റെ തട്ടിപ്പിൻ്റെ വിശദാംശം ഇപ്പം എത്ര പേർക്കെന്ന് ആർക്കും അറിയത്തില്ല. ഇപ്പം പുറത്തു വരുന്നൊന്നും ആയിരിക്കത്തില്ല.
അപ്പം ഇതങ്ങ് വ്യാപകമായി എല്ലാവർക്കും വിശ്വസിക്കുന്ന തരത്തിലേക്ക് മറന്നു കഴിയുമ്പോൾ എല്ലാവർക്കും പണം പോകും. അവസാനം കളക്ട് ചെയ്തിരിക്കുന്ന പണം മുഴുവൻ ഇവന്മാർക്ക് തിരിച്ചെടുക്കാനും പറ്റത്തില്ല. കാരണം ഈ തട്ടിപ്പുകളുടെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന പാവപ്പെട്ട മനുഷ്യർ പരമ്പരാഗതം വെച്ചുകൊണ്ടിരിക്കുന്ന പൈസയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. രേഖയൊന്നും കാണത്തില്ല. ഈ ജുവലറി അവിടെ ചെല്ലുന്നു, അവന്മാരെ എഴുതി കൊടുക്കുന്നു, നല്ലത് ഈ രസീനൊന്നും ഒരു വിലയും കാണത്തില്ല. സ്വർണ്ണം കൊടുക്കുമ്പോൾ സോഴ്സ് കാണിക്കേണ്ട, പഴയ സ്വർണ്ണം കൊടുക്കുമ്പോൾ കാണിക്കേണ്ട, ഇതൊന്നും കാണത്തില്ല. യഥാർത്ഥത്തിൽ പാവങ്ങൾക്ക് പണം നഷ്ടപ്പെടും. ഒരു തരത്തിലും ഇത് റിക്കവർ ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പോൾ ഇവർ കേസ് കൊടുത്തായിരുന്നെങ്കിൽ, ഈ പറയുന്ന പണം നഷ്ടപ്പെട്ടവർ ഇപ്പോൾ കേസ് കൊടുത്താൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ അറ്റാച്ച് ചെയ്യുകയും ഇവന് വിദേശത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ആളുകളുടെ പ്രതീക്ഷ, അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ കേസ് കൊടുത്താൽ നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. ഞാനിപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട 2 വിഷ്വൽസ് കണ്ടു. ഒന്നാമത്തേത് ഈ പഴവങ്ങാടിയിലെ നമ്മുടെ തിരുവനന്തപുരം പഴവങ്ങാടിയിലെ ഒരു കട തൽക്കാലത്തേക്ക് തുറന്നു. അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി പൂട്ടിയിട്ടിരിക്കുന്നു. മറുനാടൻ്റെ വാർത്ത പൂട്ടിക്കിടക്കുന്നു വരുന്നു. അപ്പോഴത്തേക്കും ഇയാളൊരു മെസ്സേജ് എല്ലാവർക്കും കിട്ടും, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു, നിങ്ങൾ പോയി ഉദ്യോഗസ്ഥന്മാർ ജോലിക്കാർ പേടിച്ചു വന്നു. അപ്പം ഞാൻ ഇടിച്ച് കയറി, ഞങ്ങളുടെ പണം എവിടെയും ചോദിച്ചിട്ട് വലിയ വിഷ്വൽസ് കണ്ടു. അതിൻ്റെ അകത്തൊക്കെ അവർ പറഞ്ഞു ഞങ്ങൾ കേസ് കൊടുത്തിട്ടില്ല, നിങ്ങൾ കേസ് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഇയാളുടെ തിരുമലയാളുടെ വീട്, ഞാൻ വളരെ രസകരമായ ഒരു വാർത്ത നാളെ കൊണ്ടുവരുന്നുണ്ട്, അപ്പോൾ തൽക്കാലം ഇത് പറയുന്നില്ല. ഈ കക്ഷിയുടെ 4ാമത്തെ ഭാര്യയാണ് ഇപ്പോൾ കൂടെ കഴിയുന്നത്. ആ ഭാര്യയുടെ കഥ ഭയങ്കര രസമാണ്. അത് നാളെ ഞാൻ പറയാം, ഇന്ന് ഞാൻ പറയുന്നില്ല. അത് ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അന്വേഷിച്ച് പോയപ്പോഴാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞ ഒരു സർവ്വതും തികഞ്ഞ തട്ടിപ്പുകാരൻ്റെ സർവ്വലക്ഷണവും ഇയാൾക്കുണ്ട്. സർവ്വലക്ഷണവും ഇയാൾക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇയാൾ ഡോക്ടർ എന്നാണ് പറയുന്നത്. ഡോക്ടർ മുഹമ്മദ് മൻസൂർ അൽ സലാഹ എന്നങ്ങനെ പേര് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇയാൾക്ക് എവിടെ നിന്ന് ഡോക്ടറേറ്റ് എടുത്തത്? ഇയാൾ ആരാണ് ഡോക്ടറേറ്റ് കൊടുത്തത്? തിരുവനന്തപുരംകാരനാണ്. തിരുവനന്തപുരത്താണ് തിരുമലയാണ് അയാൾ വീട് വെച്ചിരിക്കുന്നത്. ആ വീടിന് മുമ്പിൽ ജനങ്ങൾ കിടന്ന് ബഹളം വെക്കുകയാണ്. അതും ഈ പാവപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ടവരാണ്. ഞാൻ ഈ നോക്കുന്നു, നമുക്ക് അവരുടെ സ്ത്രീകളെ പർദ്ദയിട്ടിരിക്കുന്ന പാവപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ടവരാണ് ഇയാളുടെ ഇരകളിൽ 99% പേര്. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഇനി ഈ പൈസ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. കാരണം അയാൾ ഓൾറെഡി ഇതിപ്പം ഈ ദുബായിലോ അവിടെ ഇവിടെയൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഇപ്പം മറ്റേ നീരവ് മോദി, പിന്നെ വേറെ കുറേ ലളിത് മോദി, അവർക്ക് എന്നെ സുഖമായിട്ടാണ്. ഞാൻ ഈ ലളിത് മോദിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇവിടെ ലണ്ടനിലെ വീട്ടിൽ, ഇവിടെ പിടികിട്ടാപ്പുള്ളിയാണ്. എനിക്ക് ലളിത് മോദിയുടെ വീടാണെന്ന് അറിയത്തില്ല. 2012 ഒളിമ്പിക്സ് നടക്കുവാണ്. 2012 ഒളിമ്പിക്സ് നടക്കുമ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ലണ്ടനിലുണ്ട്. അപ്പോൾ നമ്മുടെ ഗണേഷ് കുമാറാണോ ആരോ ഒരാൾ വന്ന് ടിക്കറ്റ് വേണം. അപ്പം അവിടെ നിന്ന് പറഞ്ഞു അവിടെ ഒരു വീട്ടിൽ ചെന്നാൽ മതി, അവിടെ ടിക്കറ്റ് കിട്ടുന്നു. ഞാൻ ഒരാളെ കൂട്ടി വിടിച്ചത് ഇത് ലളിത് മോദിയുടെ വീടാണ്. ഭയങ്കര സെക്യൂരിറ്റിയിലെ ഭയങ്കര സാധനം. നമ്മുടെ ID കാണിച്ചപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരാൾ ടിക്കറ്റ് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചു, ഇത് ലളിത് മോദിയുടെ വീടാണ്. അത് ഇംഗ്ലണ്ടിലൊക്കെ ഒരു കൊച്ചു വീടിന് എത്ര കോടികളാവും. ഇത് വലിയ ഗേറ്റുള്ള സെക്യൂരിറ്റിയുള്ള കൊട്ടാരം പോലത്തെ വീട്ടിൽ താമസിക്കുകയാണ് ലളിത് മോദി. ഇവിടെ കോടികൾ കൊടുക്കാനുണ്ട്. ഈ പറയുന്ന മുഹമ്മദ് മൻസൂർ ദുബായിലോ അബുദാബിയിലോ ലണ്ടനിലോ എവിടെയെങ്കിലും പോയി സുഖമായി ശിഷ്ടകാലം കഴിയും. ഒരുതും തൊടാൻ പറ്റത്തില്ല. ഇവിടുത്തെ കിട്ടിയ കാശെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് പുറത്താണ്. നികുതി വെട്ടിപ്പ്, രാജ്യദ്രോഹ കുറ്റം എന്ന് തന്നെ പറയാം. അതെല്ലാം. അപ്പൊ പണം നഷ്ടപ്പെടുന്ന ആർക്കാണ്? പാവങ്ങൾ. എത്രയോ തട്ടിപ്പ് കേസുകളൊന്നും. ഈ തട്ടിപ്പ് കേസിൽ ഈ പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? പോപ്പുലർ ഫിനാൻസ് പത്തനംതിട്ടയിലെ വലിയ സമ്പന്നരാണ്. നമ്മളാണ് ആ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ വെളിയിൽ കൊണ്ടുവന്നത്. നമുക്കെതിരെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരെന്തായെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഒത്തിരി കാലമായിട്ട് അതിനെക്കുറിച്ച് കേൾക്കാനില്ല. അകത്താണ് അവരുടെ ബന്ധുക്കൾ കേസ് കൊടുത്തിട്ടുണ്ട്. എന്നോരോ തട്ടിപ്പുകൾ. എനിക്ക് മനസ്സിലാവാൻ കഴിയാത്തത് ഈ ജനത്തിന് എന്തുകൊണ്ട് തിരിച്ചപ്പം ബോബി ചെമ്മണ്ണൂർ തട്ടിപ്പാണെന്നും ഇയാൾ ചെയ്യുന്നതെല്ലാം ഒറ്റ കാര്യം നോക്കിയാൽ മതി, ബാക്കി എല്ലാം പോട്ടെ. ഇയാളുടെ വേഷമോ ബഹളെല്ലാം പോട്ടെ. ഇയാളുടെ പ്രഖ്യാപനങ്ങളുടെ ലിസ്റ്റ് എടുക്കുക. കഴിഞ്ഞ ഒരു 6 വർഷത്തെ ഇയാളുടെ പ്രഖ്യാപനങ്ങൾ. ഇയാൾ സ്ത്രീകൾക്ക് ഓക്സിജൻ സിറ്റി എന്ന് പറയുന്ന തൃശ്ശൂരിൽ വലിയ ഒരു IT സമുച്ചയം തുടങ്ങുന്നു. ഓക്സിജൻ ഹോളിഡേ ക്ലബ് ഓക്സിജൻ, ലോകം മുഴുവൻ ഹോട്ടൽ ശൃംഖല തുടങ്ങുന്നു. അതുപോലെ തന്നെ മറ്റേ എന്താണ് ബോച്ചെ ടീ, ബോച്ചെ സ്കൂട്ടർ, ബോച്ചെ സൂപ്പർ മാർക്കറ്റ്, ഒരുപാട് ഇവിടുത്തെ വനിതാ മറ്റേ കുടുംബശ്രീയായിട്ട് ചേർന്ന് എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? ഇയാളുടെ ബ്ലഡ് കൊടുപ്പ് അടക്കം ബ്ലഡ് ബാങ്കിലാണ് ആദ്യം ഇയാൾ പേരെടുക്കുന്നത്. ഈ ബ്ലഡ് ബാങ്ക് അടക്കം ഇയാൾ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഒന്നും അയാൾ നടത്തിയിട്ടില്ല. ഇയാൾ ഇതെല്ലാം ചെയ്യുന്ന ഇയാളുടെ നാട്ടുകാരുടെ കയ്യിൽ പൈസ എടുക്കുക.
ഒരിക്കലും ഈ സാമ്രാജ്യം വീഴും, ഒരു സംശയവും വേണ്ട. ബോബി ചെമ്മണ്ണൂരിന്റെ തട്ടിപ്പ് സാമ്രാജ്യം ഒരിക്കലും വീഴും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, കാരണം ഈ മാധ്യമങ്ങൾ ഇത്രയധികം സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ 2014 തുടങ്ങി, എനിക്ക് തോന്നുന്നു അതുവരെ ഉണ്ടായിരുന്ന ബോബി ചെമ്മണ്ണൂർ തന്നെ 2014 ശേഷം കണ്ടത്. അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ പോലെ തന്നെ ഒരുപാട് പേര് മറുനാടന്റെ ഇരകളെല്ലാം അവരുടെ വാർത്താ വലയത്തിൽ വീഴുന്നു, പക്ഷെ മറ്റുള്ളവരിൽ വീഴുന്നില്ല. എന്തുകൊണ്ടത്? ആ ഒരു ചോദ്യം. മാത്രമല്ല ഇവരൊക്കെ കോടികൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരാളെ പോലും ഇതുവരെയും വീഴുന്നത്. അപ്പൊ ആളുകൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു ഇതിൽ നിന്ന് രക്ഷ ഇനി ഇല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ ദുഷ്ടന്മാരെ പല പോലെ വളർത്തും എന്നുള്ള ആ വാക്യത്തിൽ തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ശാശ്വതമല്ല. ഞാൻ പറയുന്നത് തട്ടിപ്പ് നടത്തി ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. തട്ടിപ്പ് നടത്താം, പ്രോപ്പർ ബിസിനസ് ഉള്ള ഒരുത്തനെ വിട്ടുവീഴ്ചകൾ ചെയ്യാം. ഇപ്പം രവി പിള്ള കോവളം കൊട്ടാരം പിടിച്ചെടുത്തു, പക്ഷെ രവി പിള്ളയ്ക്ക് ബിസിനസ് ഉണ്ട്. ആ കോവളം കൊട്ടാരത്തിന് അടുത്തുള്ള മറ്റേ ലീല പാലസ് സ്വന്തമായിട്ട് വാങ്ങി. ലീല പാലസ് വാങ്ങിയ രവി പിള്ള തൊട്ടടുത്ത കോവളം കൊട്ടാരം അതിൻ്റെ അകത്ത് ചേർത്തു എന്ന് പറഞ്ഞാൽ നടക്കും. പക്ഷേ ഈ ലീലയും കോവളം കൊട്ടാരം ഒരുമിച്ച് പിടിച്ചെടുക്കാൻ, പൈസ മുടക്കാൻ പിടിച്ചെടുക്കാൻ നടക്കത്തില്ല. അത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് പൊളിയും. ഇതാണ് ബോബി ചെമ്മണ്ണൂറും മറ്റു പലരും. അത് എല്ലാവർക്കും ചില തട്ടിപ്പുകളുണ്ട്, അത് പിടിച്ചു നിൽക്കാം. പക്ഷേ തട്ടിപ്പ് മാത്രമായി പോകുന്നവർ പൊളിഞ്ഞു പോകും. അതാണ് അനന്തകൃഷ്ണൻ പൊളിഞ്ഞു പോയത്. അതാണ് ഈ അൽമുക്താദിർ. ഇപ്പോൾ അൽമുക്താദിറിലേക്ക് നമ്മൾ വന്നാൽ അൽമുക്താദിർ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം അയാൾ പറഞ്ഞു വരുന്നത് മുഴുവൻ തട്ടിപ്പായിരുന്നു. ആ പണം അയാൾ ദൂർത്തടിച്ച് കളഞ്ഞു. എനിക്ക് വെളിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, പാവങ്ങളുടെ കാശ് ചോദിച്ച് അവർ തിരിച്ചു വരുന്നു, കൊടുക്കാൻ കാശില്ല, കൊടുക്കാൻ സ്വർണ്ണമില്ല. അൽമുക്താദിറിന് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ഇതേ മോഡല് ബോബി ചെമ്മണ്ണൂർ. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള അതിൻ്റെ ബോബി ചെമ്മണ്ണൂർ പ്രത്യേകത ശാന്ത സ്വഭാവക്കാരനാണ്. എത്ര പ്രകോപനം ഉണ്ടാക്കിയാലും അയാൾ ആരെയും പ്രകോപിപ്പിക്കത്തില്ല. എത്രയോ വീഡിയോകൾ ഞാൻ ചെയ്തു, എത്രയോ ജീവിതത്തിൽ അയാൾ ഷാജൻ സാർ എന്നൊക്കെയാണ് വിളിക്കുന്നത്, അല്ലെ കൂടി ഒന്ന് മിസ്റ്റർ സാജൻ, സാജനോട് എനിക്ക് പിണക്കമില്ല എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത്. അയാൾക്കറിയാം ഞാൻ പറയുന്ന സത്യമാണെന്ന്. അതുകൊണ്ട് അയാൾ എത്ര പ്രകോപിച്ചാലും അയാൾ പ്രകോപിക്കാതിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് ഇംഗ്ലണ്ടിലൊരു ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് എനിക്ക്. എൻ്റെ ഷാജാൻ, ഞാൻ അയാളുടെ വീഡിയോ കണ്ടു, പാവം തോന്നുന്നു എനിക്ക്. അതായത് അത്ര സൗമ്യമായാണ് അയാൾ പെരുമാറുന്നത്. അതുകൊണ്ടാണ് അയാൾ പിടിച്ച് നിൽക്കുന്ന ആളുകളുടെ വിശ്വാസം ഉണ്ടാകുന്നത്. ആ വിശ്വാസത്തെ മുമ്പോട്ട് വന്നു. പക്ഷെ നിൽക്കൂല. ഒരുപാടുണ്ട്. ഞാനിപ്പോൾ എണ്ണി പറയുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഇതെല്ലാം സത്യമായി, എല്ലാം സത്യമായി. ഇപ്പം വർഷങ്ങൾക്ക് മുമ്പ് മറുനാടൻ തുടക്കത്തിൽ നമ്മൾ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു ഒരു സംഭവമുണ്ട്. ആ സമയത്തെ പത്തനംതിട്ട, കോട്ടയം, പാല, ചങ്ങനാശ്ശേരി അവിടുത്തെ എല്ലാം ഏറ്റവും വലിയ തുണിക്കട കരിക്കനേത്ത് ടെക്സ്റ്റൈൽസ് ആയിരുന്നു. പൊളിഞ്ഞു പോകാൻ കാരണം നമ്മളാണ്. അതിൻ്റെ കാരണം ഈ കരിക്കനേത്തുകാരൻ കാണിച്ചൊരു നെറികേട്. ഇവൻ്റെ അടൂർ ബ്രാഞ്ചിലെ ഒരു കാഷ്യർ, പാവപ്പെട്ട മനുഷ്യൻ, ഈ കാഷ്യർ ഈ മുതലാളിയുടെ, കരിക്കനേത്ത് ഒരു മുതലാളിയുടെ, ജോസോ ഏതാ ഞാൻ മറന്നു, 3-4 മുതൽ ചേട്ടന്മാരുണ്ട്. ഈ മുതലാളിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി 2 ദിവസം മാറി നിന്ന് തിരിച്ചു വന്നപ്പം എന്തോ 1 ലക്ഷം രൂപയുടെ ഇങ്ങനെ കണക്കിൻ്റെ വ്യത്യാസം. ഇയാൾ എന്നെ കാണിച്ചറിയോ, അവിടുത്തെ സെക്യൂരിറ്റിക്കാരനെ വിളിച്ചിട്ട് ഈ കാറിൻ്റെ ലിവർ എടുത്തിട്ട് ഇയാളെ അടിച്ചു. ഇയാൾ മരിച്ചുപോയി, ഈ കാഷ്യർ. എന്നിട്ട് പത്രങ്ങളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന് പറഞ്ഞ് വാർത്തയില്ല, ഒന്നുമില്ല, കേസില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമുക്കൊരു കത്ത് വന്നു, ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചതാണെന്ന്, ഊമക്കത്ത്. ഞാൻ റിപ്പോർട്ടറെ വിട്ടു. ഈ സ്ത്രീ, ഈ മരിച്ചയാളുടെ ഭാര്യയെ കണ്ടു, അവർ ഇൻ്റർവ്യൂ എടുത്തു. കംപ്ലീറ്റ് അന്വേഷിച്ച് കഴിഞ്ഞപ്പം മുഴുവൻ അട്ടിമറി, കൊലപാതകം അട്ടിമറിച്ച് രക്ഷിച്ചിരുന്നു. നമ്മൾ അന്നു മുതൽ എൻ്റെ പുറകെ പോയി. ആ പുറകെ പോയിട്ട് ഈ കേസ് അട്ടിമറിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. അല്ലെങ്കിൽ അവസാനം നമ്മൾ കോടതിയിൽ പോകാൻ സഹായം ചെയ്ത് കളക്ടറേറ്റിന് മുമ്പിൽ കൊണ്ട് നമ്മളാണ് ഇവരെ സത്യാഗ്രഹിക്കുന്നത്. അന്നത്തെ കാലമാണ്, ആവേശം കൂടുതലാണ്. എനിക്കത് 2010-15 കൊല്ലം മുമ്പാണ്, 10-16 കൊല്ലം മുമ്പാണ്. ഇവരെ സത്യാഗ്രഹം വരുത്തിച്ച് ഇവരെ എല്ലാ സഹായം ചെയ്തിട്ട് അവസാനം കൊലക്കേസിൽ പ്രതിയായി ഇവന്മാരെ അറസ്റ്റ് ചെയ്തു. അത് വലിയ എന്നിട്ട് പോലും പത്രങ്ങളും കാര്യമായിട്ട് വാർത്തകൾ. പക്ഷേ ഈ ഒരു ശാപം ഉണ്ടല്ലോ, ഇവർക്ക് പിന്നെ ശ്രദ്ധിക്കാനേ പറ്റിയില്ല. പതിയെ അവരുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ കട അടച്ചു കൂട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടങ്ങിയതാണ് ഇതുപോലെ തട്ടിപ്പം. പ്രവീൺ റാണ, ഞാൻ ഈ പ്രവീൺ റാണ ഞാനിത് ഇങ്ങനത്തെ പലതും അറിയാറില്ല. ഈ പ്രവീൺ റാണ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന നമ്മൾ ഈ ഫ്രീ അല്പം കിട്ടുമ്പോൾ ഇങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്ത് പോകുമല്ലോ, ഈ ഷോർട്സ്. ഇങ്ങനെ ഒരുത്തൻ ഞാനെന്താണ് നീ എന്താണ്. അപ്പോൾ എനിക്ക് ചിരി വന്നു. മറ്റേ ഏതൊരു സിനിമയുണ്ടല്ലോ ശങ്കരാടി പറയുന്നത്, ഞാൻ ആരാണെന്ന് നിനക്കറിയത്തില്ലെങ്കിൽ പപ്പു പറയുന്നത്. ഞാൻ പെട്ടെന്ന് ഒരുത്തൻ്റെ ഡയലോഗ് കേട്ടപ്പോൾ ഒരുത്തർ താടിയൊക്കെ നല്ല താടിയും മുടിയൊക്കെ ഉള്ള ഒരുത്തിരുന്നുകൊണ്ട് ഈ ഡയലോഗ് ഒരു പെണ്ണോട് പറഞ്ഞൊരു പെണ്ണ് പൊട്ടം ചിരിച്ചൊരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ ഒത്തിരി ഈ പറയുന്നത് ഞാൻ ഒന്നുകൂടെ കേട്ടു. അപ്പം ഞാൻ കേരള കൗമുദി ചാനലാണ്, കൗമുദി ചാനലാണ്. ഞാൻ കൗമുദി ചാനലിൽ പോയി ഇവൻ്റെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ എപ്പിസോഡാണ്.
ഇവൻ്റെ ഫിലോസഫി ഭയങ്കര രസം. അപ്പം ഞാനത് ഇവൻ കൊള്ളാമല്ലോ, ഇവനൊരു അങ്ങനെ നോക്കിയ ഡോക്ടർ പ്രവീൺ റാണ. അപ്പോഴാണ് ഇവൻ യൂണിവേഴ്സിറ്റി, ഹാപ്പിനെസ് യൂണിവേഴ്സിറ്റി തുടങ്ങും, മാങ്ങാത്തിൽ തുടങ്ങുന്നു, പത്രക്കാർക്കെല്ലാം പരസ്യം, അതാ ഇതാ. ഈ വിശദാംശങ്ങൾ ഞാൻ അവനെ ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഗൾഫിൽ നിന്ന് ഒരു കോള് വന്നു. ആ കോളിലെ വിശദാംശങ്ങൾ ഇവനെ സംബന്ധിച്ചുള്ളതാണ്. അങ്ങനെ തപ്പി രേഖകൾ തപ്പിക്കഴിഞ്ഞപ്പോൾ ഇപ്പം ഭയങ്കര നിക്ഷേപ തട്ടിപ്പുകാരനാണെന്ന് നമ്മൾ വാർത്ത ചെയ്തു, പരമ്പര ചെയ്തു, അകത്തായി, പൊട്ടിപ്പോയി. ഇതുപോലെ അത് ചെറിയൊരു ഇര. അതുപോലെ ഈ നാട്ടിൽ തട്ടിപ്പ് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേർക്ക് ഇവരൊക്കെ എളുപ്പമാണ്, നമുക്ക് അവരെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. വർഗീയ ഇപ്പം ഈ മൻസൂർ, ഈ അൽ മുക്താദിറുകാരൻ മുസ്ലിം ആയതുകൊണ്ട് നമുക്ക് മുസ്ലിം വിരോധം എന്ന് പറയും. ബോബി ചെമ്മണ്ണൂർ മുസ്ലിം അല്ലല്ലോ, ക്രിസ്ത്യാനിയല്ലേ. നമ്മൾ രവിപിള്ളയ്ക്കെതിരെ കൊടുത്തു, ഹിന്ദുവല്ലേ. നമുക്ക് ജാതി മതമല്ലോ ഉണ്ട്. തട്ടിപ്പ് നടത്തുന്നവരൊക്കെ ഞാൻ പറഞ്ഞ ഇവർ ഈ പലപ്പോഴും എനിക്ക് സങ്കടമുള്ളൂ. ഞാൻ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുള്ള നല്ല പല മനുഷ്യരും മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ടവരാണ്. വളരെ സത്യസന്ധമായി, അതായത് അതിനകത്ത് അവർക്ക് പലിശ പോലും വാങ്ങാത്ത, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ദോഷം. ഇപ്പം ഞാൻ പറഞ്ഞ് കാലത്തൊട്ട് നമുക്ക് ആദരിക്കാൻ തോന്നുന്ന ആളാണ് നിംസിൻ്റെ മജീദ് ഖാനും അദ്ദേഹത്തിൻ്റെ മകൻ ഫൈസൽ ഖാനും. നിംസ് ആശുപത്രി, ദാരുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി. ഞാൻ പറഞ്ഞത് അവർ അത്രയ്ക്ക് സത്യസന്ധര മനുഷ്യർ. എത്രയോ ആളുകൾ ഇപ്പം ജർമ്മനിയിലൊരു അഷ്റഫ് സാറുണ്ട്, ഡോക്ടർ മുഹമ്മദ് അഷ്റഫ്, കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പഴയ സെക്രട്ടറി ആയിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിസിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവിനെ പോലൊരു ബന്ധം എനിക്ക് അദ്ദേഹത്തോടുള്ളത്. നമുക്കൊരിക്കലും ഇവരോടൊന്നും. ഡോക്ടർ മുഹമ്മദ് ഇഫ്തിക്കാർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, കവടിയാർ താമസിക്കുന്നത്, ഇപ്പം ഗൾഫിലാണ്. എത്രയോ ആളുകൾ അവരൊക്കെ അവരുടെ മതം പോലും നമ്മുടെ മനസ്സിൽ വരുന്നില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഫ്തിയെ ഞാൻ വിളിക്കും, ഇഫ്തി മുസ്ലിമാണോ എന്ന് നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ. ഇവർ മാർക്കറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പ്രശ്നം. അതായത് ഇതൊക്കെ മാർക്കറ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. മുക്താദറിന് പറ്റിയൊരു പ്രശ്നം ഇതാണ്. കാരണം അവർ ഈ ഒരു ഭക്തി അല്ലെങ്കിൽ ഈ ഒരു മതത്തിനെ വെച്ച് അവർ മാർക്കറ്റ് ചെയ്തു. അല്ല, ഈ തട്ടിപ്പ്, ഞാൻ പറഞ്ഞ തട്ടിപ്പ് മതത്തിൻ്റെ പേരിലും ദൈവത്തിൻ്റെ പേരിൽ നടത്തുന്നത്, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ പേരിൽ. കാരണം ഈ യേശുക്രിസ്തുവിൻ്റെ പേരിൽ ഒരുപാട് കച്ചവടമുണ്ട്. ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യപ്പെടുന്ന ദൈവം യേശുക്രിസ്തുവാണ്. ഈ തങ്കു ബ്രദർ മുതൽ ഇവിടെ ഒരു ജോൺ ടാരുവോ, പിന്നെ ഇപ്പോഴത്തെ ടിനു പാസ്റ്റർ, ഒരുപാട് ഇവരെല്ലാം കച്ചവടക്കാരാണ്. ഈവൻ കത്തോലിക്ക സഭയിലും ഈ യേശുക്രിസ്തുവിനെ വെച്ച് കച്ചവടം ചെയ്ത് നേർച്ചപ്പണം കൂട്ടുന്ന ആളുകളുണ്ട്. പക്ഷെ ഇസ്ലാമിൽ അതില്ല, കുറവാണ്. ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഇസ്ലാമിൽ അത് കുറവാണ്. പ്രവാചകനെ ഉപയോഗിച്ചാലും അള്ളാഹുവിനെ ഉപയോഗിക്കത്തില്ല ആരും. പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ പേര് തന്നെ 99 പേര് തന്നെ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്താന്ന് പറഞ്ഞാൽ ക്രൂരമല്ലേ? അതുകൊണ്ട് ഇത് സത്യത്തിൽ പാവപ്പെട്ട മുസ്ലിങ്ങൾ അതിൽ ചെന്ന് പെട്ടത് തന്നെ ഭയാനകം. ഇത് തട്ടിപ്പിൻ്റെ ഉസ്താദാണ്. പത്രങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല, പത്രങ്ങൾ കൊടുക്കത്തില്ല. ഇപ്പം അനന്തകൃഷ്ണൻ്റെ കഥ എടുക്കൂ. ഇപ്പം എനിക്ക് ആകെപ്പാടെ ഒരു വിഷമമുള്ള അതാണ്. ഈ പലപ്പോഴും ഈ പല സംഭവങ്ങളും നമ്മളെ തേടിയെത്തുമ്പം എനിക്കിതൊന്ന് പരിശോധിക്കാനൊന്നും നേരം കിട്ടത്തില്ല. അനന്തകൃഷ്ണൻ്റെ എനിക്ക് 5-8 മാസം മുമ്പ് കിട്ടിയതാണ്. തെളിവൊന്നുമല്ല, സാർ ഇത് ശരിയാണോ, എങ്ങനെ കൊടുക്കുമെന്ന് തോന്നി. ഞാനിതുമായി ബന്ധപ്പെട്ട് ചെറിയ എൻക്വയറി ഒക്കെ നടത്തിയതുമാണ്. പക്ഷേ ഈ CSR ഫണ്ട് കൈപ്പറ്റുന്നു എന്നുള്ളത് ശരിയാണെന്ന് വെരിഫൈ ചെയ്യാനായിട്ടുള്ള സാവകാശം കിട്ടിയില്ല. അപ്പോൾ ഈ മാത്രമല്ല, ഈ ആനന്ദകുമാറിനെ പോലുള്ളവർ അതിനകത്തുള്ളപ്പോൾ ഞാൻ നേരെ ഞാൻ ആനന്ദകുമാർ നമുക്ക് വലിയ ബഹുമാനമായിരുന്നു, സായിഗ്രാം, ഞാനവിടെ പോയിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനകത്ത് എല്ലാവരും വന്ന് പെട്ടുപോയല്ലോ, സകലരും വന്ന് പെട്ടുപോയി, സകല മനുഷ്യരും പെട്ടുപോയി. അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. ഈ തട്ടിപ്പുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പം എനിക്ക് സങ്കടം എന്താണെന്ന് വെച്ചാൽ അനന്തകൃഷ്ണൻ്റെ പാതിവില തട്ടിപ്പ് ഞാൻ ഇടപെട്ടിരുന്നെങ്കിൽ പകുതി പേര് രക്ഷപ്പെടുമായിരുന്നു ഉറപ്പായിട്ടും. പക്ഷേ ഒരു കാര്യം ഓർത്തണം, ഈ തട്ടിപ്പ് ഇവരാളുകൾ ഈ അൽ മുക്താദറുമായി ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ആക്ട് ചെയ്തില്ലെങ്കിൽ ഇയാൾ രക്ഷപ്പെടും, അയാൾ വഴിക്ക് പോകും. ഞാൻ ഉദാഹരണം പറയാം. ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്നൊരു തട്ടിപ്പുകാരനുണ്ട്, തൃശ്ശൂരുകാരനാണ്. അവൻ ഈ നാട്ടിൽ കുറേ തട്ടിപ്പ് നടത്തി. ഒരു ഭൂമി മേടിച്ച് ഈ വയനാട്ടിലെ വില്ല പ്രോജക്റ്റാണെന്ന് പറഞ്ഞ് കുറേ പേരുടെ കാശ് മേടിച്ചു. എന്നിട്ട് അതേ പ്രോജക്റ്റിൽ വെൽനസ് ഹോസ്പിറ്റൽ നടത്തുമെന്ന് പറഞ്ഞ് വേറെ കുറേ പേരുടെ കാശ് മേടിച്ചു. എന്നിട്ട് അതേ പ്രോജക്റ്റിൽ വേറെ ദുബായിലൊരു അർമാനി ക്ലിനിക് എന്ന് പറഞ്ഞൊരു ക്ലിനിക്, അവിടെ കുറേ പേരുടെ കാശ് മേടിച്ചു. അങ്ങനെ കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്തിട്ട് ബുർജ് ഖലീഫയിൽ 77ാമത്തെ നിലയിൽ അവൻ രാജാവിനെ പോലെ ജീവിക്കുക. കാശ് പോയി, കഷ്ടപ്പെട്ടവൻ്റെ കാശെല്ലാം പോയി. അവർ കേസ് കൊടുത്തു, അവൻ്റെ ഭൂമിയെല്ലാം എടുത്ത് അറ്റാച്ച് ചെയ്തു, അവൻ്റെ പേരിൽ നിരവധി ക്രിമിനൽ കേസ് എടുത്തു, അവനെ
ലുക്ക് ഔട്ട് നോട്ടീസ് വിട്ടു. പക്ഷെ അവൻ എല്ലാ ദിവസവും സുഖമായിട്ട് ബുർജ് ഖലീഫയിൽ ഇരിപ്പുണ്ട്, സുഖമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട്, സുഖമായിട്ട് കാര്യം. അപ്പം അവൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവൻ ഒരാളെ കൊന്നിട്ടില്ല. ഒരാളെ കൊല്ലുകയോ അങ്ങനത്തെ ഒരു ക്രിമിനൽ കേസാണ് നമുക്ക് ഇന്റർപോളിന്റെ സഹായത്തിൽ കൊണ്ടുവരാം. ഇതൊരു കോടതി കണ്ടെത്തേണ്ട ഒരു കുറ്റകൃത്യമാണല്ലോ. അപ്പം ഇപ്പോൾ ഈ മറ്റേ മൻസൂർ എന്ന് പറഞ്ഞ കക്ഷി ചെയ്യാൻ പോകുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഡയലോഗ് അടിക്കും, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ തട്ടിപ്പ് തുടരും, ഈ പറഞ്ഞ പാവങ്ങൾ പരാതി കൊടുക്കത്തില്ല, ഇവൻ ഇതെല്ലാമായിട്ട് മുങ്ങും. കല്യാണ സീസണൊക്കെ വരെയാണ് കുറേ പേരുടെ ഒരുപാട് കഷ്ടം തോന്നുന്നത്. പാവങ്ങൾ ഒരു കത്തീവ്, ഒരു പള്ളി കത്തീവ് വന്ന് കരയുന്ന ഒരു വീഡിയോ ഞാൻ കൊടുത്തു. ആ കത്തീവിനെ കൊണ്ട് തിരുത്തിച്ചു. എൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ചിലർ പറയുന്നു ഞാൻ അവരോടെല്ലാം സംസാരിച്ചു, എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാശ് തന്നെന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്കൊന്നും കിട്ടത്തില്ല, കാരണം കൊടുക്കാൻ ആരുമില്ല. ജീവനക്കാരെന്ത് ചെയ്യും? ഈ ബഹളം വെക്കാൻ ചെല്ലുന്നവരെ കടയിലോട്ടാണ് ചെല്ലുന്നത്. ജീവനക്കാരെന്ത് ചെയ്യാൻ പറ്റും? അപ്പം എന്തായാലും വലിയൊരു തട്ടിപ്പ് ശൃംഖലയാണ് ഇപ്പോൾ പൊളിച്ചിലിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്നത്. ഇത്തരം ഒരുപാട് തട്ടിപ്പ് ശൃംഖലകളുണ്ട്. മറുനാടനുള്ളിടത്തോളം കാലം പ്രേക്ഷകർ കുറച്ചൊക്കെ സുരക്ഷിതരാണ്, സാധാരണക്കാർ കുറച്ചൊക്കെ സുരക്ഷിതരാണ്. കാലം തെളിയിച്ചതാണ് മറുനാടൻ പറയുന്നത്. കാലം തെളിയിച്ചതാണ്. ഇന്ന് ഞാൻ എനിക്ക് വളരെ അഭിമാനം തോന്നി. ഈ മുതലാളിയുടെ വീട്ടിൽ, അൽ മുക്താദിർ മുതലാളിയുടെ വീട്ടിൽ കൂടിയിരിക്കുന്ന ഭൂരിപക്ഷം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ടത്, നമുക്ക് പർദ്ദ ധരിച്ചിരും അല്ല, അവരെ മറുനാടൻ്റെ പേരോട് പറയുന്നത്. മറുനാടൻ മാത്രമേ ഉള്ളൂ സത്യം പറയാനാണ് അവരോട് പറയുന്നത്. നമുക്ക് വളരെ അഭിമാനം തോന്നിയത്. എന്തായാലും കരുതലെടുത്തിരിക്കുക. ചുറ്റിനും തട്ടിപ്പുകാരാണ്, കഴുകന്മാരാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഒരു കാഴ്ച മാത്രമാണ് അൽ മുക്താദിലൂടെ കാണുന്നത്. നന്ദി.